നമസ്കാരം, ഷെർത്തിരുവല്ലയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വെണ്ണിക്കുളം തടിയൂർ അരുവിക്കുഴി വെള്ളച്ചാട്ടമുണ്ട്, അവിടെ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ആ അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തട്ടാണ്. നമ്മളിപ്പം ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, അത് 2ാമത്തെ തട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വീഡിയോ കിടപ്പുണ്ട്. ഇവിടെ പല സ്ഥലത്തു നിന്നും ഒത്തിരി ആൾക്കാരാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനും അതുകൊണ്ട് തന്നെ കുളിക്കാനും ഒക്കെ എത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ അരുവിക്കുഴിയിലെ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നൊരു വഴിയാണ്. ഈ വഴി വളരെ മോശമാണ്, ഇതിൽ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഒത്തിരി ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് വരുന്നത്. വലിയ പ്രായമുള്ളവരും അല്ലെ അതിലും തീരെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് എനിക്ക് ആദ്യമേ പറയാനുള്ള അധികാരികൾ ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റാൻ പറ്റും. പല സ്ഥലത്തു നിന്നും ഒത്തിരി ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഈ വഴിയുടെ ഒരു ശോചനീയാവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിലൊക്കെ ഈ മുതിർന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകുമ്പോൾ വളരെ പാടാണ്. കല്ലും അതുപോലെ തന്നെ കുഴികളുമൊക്കെയാണ്. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. നിങ്ങളെ പലരും ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടു കാണും. അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലത്തു നിന്നും ഇപ്പോൾ ഓൾറെഡി ഒത്തിരി നമ്മുടെ ജില്ലയ്ക്കകത്തുനിന്നും അതിന് വെളിയിൽ നിന്നുമൊക്കെ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഇറങ്ങിപ്പോകുന്ന വഴി സെറ്റാക്കി കഴിഞ്ഞാൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇവിടെ മാറും. ഇതിനെ ഇറങ്ങിപ്പോകുന്ന കാര്യം ഭയങ്കര പാടാണ്. മറിഞ്ഞു വീണ താഴെ ചെല്ലും. താഴോട്ട് നല്ല കുഴിയാണ്. ഞാനിപ്പം അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ വന്നിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. ഞാനാണെങ്കിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല. നേരത്തെയൊക്കെ വരുമ്പോൾ ഭയങ്കര ആളാണ്, ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഗൈസ്, എന്തായാലും ചാടുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുറച്ച് കൂട്ടുകാരുമായിട്ട് ഇവിടെ കിടന്ന് ചാടുക. പിന്നെ മഴയും പെയ്തു. അതുകൊണ്ട് ഞാൻ എന്തായാലും ചാടാൻ പോവാണ്. എന്തായാലും ഈ സത്തെല്ലാം നനഞ്ഞ് മഴ പെയ്തു. കേട്ടോ, ബൈക്കിൻ്റെ താക്കോല് ക്യാമറ ലൈവല്ല, വീഡിയോ വ്ലോഗാ. ഒരു രക്ഷയില്ല, അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മുടെ പുറത്ത് മണ്ണ് വന്ന് വീഴുന്നോട്ടാണ്. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല.
ഇവിടെ ഏകദേശം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ആളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കുറേ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിരിക്കുക. ഒന്ന് മാറ്റിയതാണ്. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ അരുവിക്കുഴിയുടെ താഴത്തെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഇത് അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ താഴേക്ക് ഇറങ്ങി വരുന്ന വഴി ഒന്ന് വൃത്തിയായി വെക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വരികയും പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഈ അരുവിക്കുഴി വരികയും ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് പോവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.